കേരള സർവകലാശാലയിൽ കടുത്ത നടപടികൾ തുടർന്ന് വൈസ് ചാൻസലർ. ഫയൽ നീക്കം ഇനി രജിസ്ട്രാർ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പൻ വഴിയെന്ന് തീരുമാനം. സസ്പെൻഷനിലുള്ള മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിന് ഫയൽ സംവിധാനം നിർത്തലാക്കിയിട്ടുണ്ട്. ശമ്പളം നൽകുന്നതിലും കടുത്ത നടപടി ഉടനുണ്ടാകും. കഴിഞ്ഞ ഒരു മാസമായി താറുമാറായിരുന്ന കേരള സർവകലാശാലയുടെ പ്രവർത്തനം ക്രമത്തിലായിരിക്കുകയാണ്. സർവകലാശാല ക്യാമ്പസിലെ ശക്തമായ പോലീസ് സംവിധാനത്തിന് പിന്നാലെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഓഫീസിലെത്തി ഫയൽ നീക്കം സജീവമാക്കി. ഭരണവിഭാഗം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽകുമാറിന്റെ ഫയൽ ആക്സസ് വിച്ഛേദിച്ച രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പന് നൽകാൻ നിർദ്ദേശിച്ചതോടെ ഓഫീസ് പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ ആയിരിക്കുകയാണ്. ടെക്നോ പാർക്കിലുള്ള ഓസ്പിൻ എന്ന സ്വകാര്യ കമ്പനിയെയാണ് സർവീസ് പ്രൊവൈഡറായി നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ സർവകലാശാല കെൽട്രോണുമായാണ് ഇക്കാര്യം ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ളത്. കെൽട്രോണിന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ സ്വകാര്യ കമ്പനിക്ക് ഫയൽ ആക്സസ് മാറ്റി നൽകാൻ വ്യവസ്ഥയുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ നിലവിലുള്ള ആക്സസ് യാതൊരു കാരണവശാലും മാറ്റരുതെന്നും മാറ്റുകയാണെങ്കിൽ മേൽ നടപടികൾ കൈക്കൊള്ളാൻ സർവകലാശാല നിർബന്ധിതമാകുമെന്നും കെൽട്രോണിനെ രേഖാമൂലം അറിയിക്കാൻ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പന് VC നിർദ്ദേശം നൽകി. രജിസ്ട്രാറുടെ ശമ്പളം തടഞ്ഞു വെക്കാനും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അനിൽകുമാറിന് ശമ്പളം അനുവദിച്ചാൽ അതിന്റെ ബാധ്യത ഫൈനാൻസ് ഓഫീസർക്കായിരിക്കുമെന്നും VC ഉത്തരവിട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് കേരള സർവകലാശാല തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി സർവകലാശാലയിലെ വിവിധ ഫാക്കൽറ്റി ഡീൻമാരുടെ യോഗവും ഇന്ന് സർവകലാശാലയിൽ ചേരും. ജനം, തിരുവനന്തപുരം.